ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയം പോലെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം സഫലീകരിച്ചിരിക്കുകയാണ്. ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ പറയണം, എന്ത് പറയണമെന്നുള്ളൊരു എന്താ പറയുക, വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. അത്രത്തോളം സന്തോഷത്തിലാണ് കേട്ടോ. ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ ഈ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. വേറെ ഒന്നുമല്ല, ഞാൻ എഴുതിയ കവിത പ്രസിദ്ധീകരിച്ച് വന്നിരിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മഴത്തുടിപ്പുകൾ പരിസ്ഥിതി കവിതകൾ ഉൾപ്പെടുത്തിയിട്ട് മഴത്തുടിപ്പുകൾ എന്നുള്ള ബുക്കിലാണ് കേട്ടോ പ്രസിദ്ധീകരിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് കഥയും കവിതയൊക്കെ എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ച് വരുമെന്നുള്ളൊരു ആഗ്രഹവും കാത്തിരിപ്പുമായിരുന്നു. അതിനെപ്പറ്റി, ബുക്കിനെ പറ്റിയോ പ്രസിദ്ധീകരിക്കുന്നതിനെ പറ്റിയോ അതിൻ്റെ ഒരു ABCD പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞു തരാനോ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അന്വേഷിക്കുകയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ തോന്നിയ വരികളൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും. കഥയും കവിതയൊക്കെ എഴുതാൻ അതിനോടൊരു താല്പര്യവും ഇഷ്ടവും ആഗ്രഹമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ വെറുതെ എഴുതി വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയെ പറ്റി എഴുതി കവിത ഇഴയ്ക്കണമെന്ന് ഒരു മത്സരം പോലെ ഇങ്ങനെ എന്താ പറയുക കണ്ടപ്പോൾ ചുമ്മാ വെറുതെ ഒന്ന് ഒരു രസത്തിന് ഞാൻ എഴുതിയപ്പോൾ പ്രകൃതിയെ പറ്റി എഴുതണമെന്നായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രകൃതിയെ അമ്മേനെയും പറ്റി ഉപമിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി അയച്ചപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സെലക്ട് ആകും, അത് സെലക്ട് ചെയ്യും, പ്രസിദ്ധീകരിച്ച് വരുമെന്നൊന്നും. തിരിച്ച് റിപ്ലൈ വന്നു, സെലക്ട് ചെയ്തു, ഫോട്ടോ ഉൾപ്പെടെ ബുക്കിൽ പേരും എല്ലാം കൊടുത്തിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ബുക്ക് ഗിഫ്റ്റായിട്ടും കൂടി അഡ്രസ്സിൽ അയക്കാൻ വേണ്ടി അഡ്രസ്സും ഫോട്ടോയൊക്കെ ചോദിച്ചു. അപ്പോൾ അതെല്ലാം അയച്ചു കൊടുത്തപ്പോഴും ഒട്ടും ഞാൻ എന്താ പറയുക പ്രതീക്ഷിക്കണില്ല. വെറുതെ ഇനി തമാശയാണോ അല്ലെങ്കിൽ എങ്ങനെ എന്താണെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു. എന്നാലും ഞാൻ അയച്ചു കൊടുത്തു, പക്ഷേ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ബുക്ക് വന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് വഴി ബുക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ബുക്ക് വന്നിട്ട് നിങ്ങളുമായിട്ട് ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാം, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു അഹങ്കാരമായിട്ടോ വലിയ എന്തോ എന്താ പറയുക മലമറിച്ച് എന്തോ ചെയ്ത പോലെയുള്ളൊരു അഹംഭാവത്തിൽ അഹങ്കാരമായിട്ടൊന്നും പറയാനല്ല കേട്ടോ. എന്നെക്കാളും നല്ലപോലെ എഴുതുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, കഥയിലും കവിതയാണെങ്കിലും. ഞാൻ എന്താ പറയുക, ഒരു സാധാരണക്കാരിയെ ആയ ഒരാൾ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയായ ഞാൻ, വലിയ പഠിപ്പോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഞാൻ ഒരു സാധാരണ ഒരു ആളാണ്. അപ്പോൾ ആ ഒരാളെ ഞാൻ എന്താ പറയുക കവിത എഴുതി അത് ബുക്കിൽ പ്രസിദ്ധീകരിച്ച് വരിക, ഫോട്ടോ ഉൾപ്പെടെ പേരും അവർ ആദരവായിട്ട് ഒരു പ്രശസ്തി പത്രവും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എഴുതിയ കഥയും കവിതയൊക്കെ പ്രസിദ്ധീകരിച്ച് വരുമെന്നും അച്ഛൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ഈ സ്വപ്നങ്ങൾക്ക് നിറം പകർത്തിയ മഴത്തുടിപ്പ് എന്നുള്ള ഈ ബുക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അച്ഛനില്ലാണ്ടായി. 3-4 വർഷത്തോളമായി എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയിട്ട്. അപ്പോൾ അച്ഛനില്ലല്ലോ എൻ്റെ കൂടെ ഈ ബുക്ക്
കാണാനും ഇതിലെഴുതിയ കവിത വായിക്കാനും ഒക്കെ എന്നുള്ളൊരു സങ്കടവും വിഷമവും ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എന്നും എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും ആണ് കേട്ടോ എന്നെ മുന്നോട്ടുള്ള ഒരു പ്രചോദനം തന്നെ. അപ്പോൾ എന്നെ ഈ കവിത ഞാൻ എഴുതിയ കവിത ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതൊക്കെ വായിക്കുക, ഇഷ്ടമായാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിപ്പിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല നല്ല നാച്ചുറലായിട്ടുള്ള ഫുഡ് വീഡിയോസും പാട്ടുപാടിയ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.